ബംഗ്ലാദേശിന് ഇത് കഷ്ടകാലമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അമേരിക്ക ബംഗ്ലാദേശിനുള്ള സാമ്പത്തിക സഹായം നിർത്തിയതിന് പിന്നാലെ കൂടുതൽ രാജ്യങ്ങൾ സാമ്പത്തിക സഹായം നിർത്തുക മാത്രമല്ല ബംഗ്ലാദേശികളെ പണിക്കെടുക്കണ്ട എന്നും എടുത്ത ബംഗ്ലാദേശികളെ തിരിച്ചയക്കാനും തീരുമാനമായിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട രാജ്യം സ്വിറ്റ്സർലൻഡാണ്. ബംഗ്ലാദേശിനെ കൂടാതെ അൽബേനിയ, സാംബിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള സാമ്പത്തിക സഹായവും സ്വിറ്റ്സർലൻഡ് നിർത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ക്രൊയേഷ്യ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. ബംഗ്ലാദേശ് തൊഴിലാളികൾക്ക് ഇനി വർക്ക് പെർമിറ്റ് നൽകേണ്ടതായിട്ടില്ല. കാരണം കുടിയേറ്റം വ്യാപകമായ രീതിയിൽ നടക്കുന്നു. കാരണം ബംഗ്ലാദേശികൾ കൂടുതലായി എത്തി കുടിയേറ്റം നടത്തുകയാണ് പല യൂറോപ്യൻ രാജ്യങ്ങളിലും എന്നുള്ള ഒരു വാർത്ത നേരത്തെ തന്നെ വന്നിരുന്നു. എന്നാൽ ഈ കുടിയേറ്റക്കാർക്കെതിരെ നടപടി എടുക്കണം എന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെല്ലാം ഏതാണ്ടൊക്കെ തത്വത്തിൽ അംഗീകരിച്ച ഒരു മട്ടാണ്. ഏതായാലും അമേരിക്ക അങ്ങനെ ഒരു നിലപാട് കടുപ്പിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ സ്വിറ്റ്സർലൻഡും ഒപ്പം തന്നെ ക്രൊയേഷ്യയും ആ നീക്കത്തിലേക്ക് പോയിരിക്കുന്നു. ഇതെല്ലാം കൊണ്ട് ഏറ്റവും കൂടുതൽ പണിമേടിക്കുന്നത് ബംഗ്ലാദേശികളാണെന്ന് മാത്രം. ക്രൊയേഷ്യയിൽ മാത്രം 12,400 പേർ ബംഗ്ലാദേശികൾ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് ഒരു ഔദ്യോഗിക വിവരം. ഇവർ ഈ നിർമ്മാണ മേഖലകളിലും ഒപ്പം തന്നെ റെസ്റ്റോറൻറ്റുകളിലും ഭക്ഷണ വിതരണ ശൃംഖലയിലും മറ്റുമാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ വാർത്ത വന്നതോടുകൂടി ബംഗ്ലാദേശിന് വലിയ അപമാനം വരുത്തിവെക്കത്തക്ക രീതിയിലുള്ള വാർത്തയാണ് എന്ന് ചില ബംഗ്ലാദേശി മാധ്യമങ്ങളും പറയുന്നു. പക്ഷേ ഒപ്പം ക്രൊയേഷ്യൻ സർക്കാർ പറയുന്നത് തങ്ങൾ ഈ വിവരങ്ങളെല്ലാം ബംഗ്ലാദേശിനെ അറിയിച്ചിരുന്നതാണ്, അവർ നടപടി എടുക്കേണ്ടതായിരുന്നു. പക്ഷേ അവർ അത് നടപടി എടുത്തില്ല. പലരും അനധികൃതമായി മറ്റുമൊക്കെ ഇവിടെ കുടിയേറുന്നു. ഏതായാലും കുടിയേറ്റക്കാരെ പുറത്താക്കാൻ തീരുമാനിച്ചതായും ക്രൊയേഷ്യയെ അറിയിക്കുന്നു. ഒപ്പം തന്നെ സ്വിറ്റ്സർലൻഡും അതിൻ്റെ പാതയാണ് പിന്തുടരുന്നത്. വൈകാതെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ആ പാത തന്നെ പിന്തുടരുന്നു. അതായത് നാലുപാടും വളഞ്ഞ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ബംഗ്ലാദേശിന് പണി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, ഇല്ലെങ്കിൽ അവരുടെ പണി തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഏതായാലും ബംഗ്ലാദേശിനെ സംബന്ധിച്ച് അത്യന്തം അപകടകരമായ ഒരു രീതിയിലേക്കാണ് ആ രാജ്യം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ റെയിൽ ഗതാഗതം ഏതാണ്ട് താറുമാറായിരിക്കുന്നു. ഒപ്പം തന്നെ അടുത്ത മാസം ബന്ദ് ഉൾപ്പെടെയുള്ള സമര പരിപാടികൾക്ക് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ആഹ്വാനം ചെയ്തിരിക്കുന്നു. അങ്ങനെ കലാപകലുഷിതവും ആഭ്യന്തര സംഘർഷവും നിറഞ്ഞ ബംഗ്ലാദേശിന് സാമ്പത്തിക സഹായം കൂടി പല രാജ്യങ്ങളും നിർത്തുന്നു. ബംഗ്ലാദേശികളെ അവിടെ നിന്ന് പുറത്താക്കാൻ തുടങ്ങുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.